ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, 1 യോഹന്നാൻ 4:8 ദൈവം സ്നേഹമാണ്. ഈ ദൈവസ്നേഹത്തെ നാം അനുഭവിച്ചറിയണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സങ്കീർത്തനായ ദാവീദ് 34 അധ്യായം 8 വാക്യത്തിൽ പ്രകാരം പറയുന്നു, കർത്താവ് എത്ര നല്ലവനാണെന്ന് നിങ്ങൾ രുചിച്ചറിയുവിൻ. പൗലോസ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 3 അധ്യായം 16 വാക്യത്തിലും പൗലോസ്ലീഹ പറയുന്നുണ്ട്, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും നമ്മൾ ഗ്രഹിക്കണമെന്നും. ചുരുക്കത്തിൽ വ്യക്തിപരമായ ദൈവസ്നേഹ അനുഭവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഓർക്കുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് ഞാനന്ന് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് കേരളത്തിലെ ഒരു പ്രമാദമായ ഒരു കൊലപാതകം നടക്കുന്നത്. കരിക്കൻ വില്ല കൊലക്കേസ് എന്ന്. തിരുവല്ലയിലെ റെനി ജോർജ് എന്ന് പറയുന്നൊരു യുവാവ് തൻ്റെ വല്യപ്പനെയും വല്യമ്മയും മയക്കുമരുന്ന് മേടിക്കുവാൻ പൈസയ്ക്ക് വേണ്ടി വളരെ ക്രൂരമായി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ആ കേസ് അന്വേഷിക്കുന്നത് സിബി മാത്യു എന്ന് പറയുന്ന ഒരു IPS ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഈ രക്തക്കറ ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കണ്ടുപിടിക്കുകയും ഈ റെനി ജോർജിനെ അദ്ദേഹം ജയിൽ അടയ്ക്കുകയും ചെയ്യുക. അങ്ങനെ സെൻട്രൽ ജയിലിൽ റെനി ജോർജ് കഴിയുമ്പോഴും അദ്ദേഹം ആ സ്വാധീനം മൂലം മയക്കുമരുന്ന് ഉപയോഗിക്കുകയും വളരെ മോശമായ ജീവിതം നയിക്കുകയുമാണ് ചെയ്തത്. എന്നാൽ ഒരിക്കൽ ഒരു സുവിശേഷ പ്രഘോഷകൻ ആ ജയിലിൽ സന്ദർശിക്കുകയും മറ്റ് ജയിൽ പുള്ളികളെല്ലാം കാണുകയുണ്ടായി. അങ്ങനെ റെനി ജോർജിൻ്റെ സെല്ലിലേക്ക് വരികയും അദ്ദേഹം ഒരു പുതിയ നിയമത്തിൻ്റെ ഒരു കോപ്പി അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു. എന്നാൽ അത് തുറന്നു പോലും നോക്കാതെ ആ പുസ്തകം എടുത്ത് വലിച്ചെറിയുകയാണ് ചെയ്തത്. എന്നിട്ട് വളരെ ചീത്ത പറഞ്ഞുകൊണ്ട് ആ സുവിശേഷ പ്രഘോഷകനെ അവിടുന്ന് ഓടിക്കുകയും ചെയ്തു. ഒരു 2 ദിവസത്തിന് ശേഷം ഒരു മനസ്സിലൊരു വിഷമം എന്തോ വന്നപ്പം അദ്ദേഹം ആ ഒരു ബുക്ക് എടുത്ത് തുറന്നു നോക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 3 അധ്യായം 16 വാക്യം അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പെടുകയാണ്. ആ വചനം ഇപ്രകാരമാണ്, അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അദ്ദേഹം ഈ വചനം പിന്നെയും പിന്നെയും ആവർത്തിച്ച് 2-3 പ്രാവശ്യവും വായിക്കുകയാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പം ഒരുവൻ പോലും നശിച്ചു പോകാതെ എന്നൊരു ഭാഗം വായിക്കുമ്പോൾ ഈ റെനി ജോർജിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകുകയാണ്. ഈ പാപിയായ എനിക്ക് വേണ്ടി കൂടിയാണോ കർത്താവ് കുരിശിൽ മരിച്ചത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് മാനസാന്തര അനുഭവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും എല്ലാം അനുഭവിക്കാൻ തുടങ്ങിയാണ്. അങ്ങനെ ഈ വെളിപാട് പുസ്തകത്തിൽ 3 അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ വാതിൽ തുറന്നാൽ ഞങ്ങൾ അവൻ്റെ അടുത്തേക്ക് വരും എന്ന് കർത്താവ് പറഞ്ഞു വരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വളരെ മാനസാന്തര അനുഭവം അദ്ദേഹത്തിനുണ്ടാകും. അന്ന് വൈകിട്ട് ജയിൽ വാർഡർ നോക്കുമ്പോൾ ഇദ്ദേഹം മുട്ടുകുത്തി കൈകൾ വിരിച്ചുകൊണ്ട് അപ്പാ ആവാ പിതാവേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വാർഡൻ വിചാരിച്ചു ഇതൊരു അഭിനയമാണെന്ന് വിചാരിച്ചു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിയുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസാന്തര അനുഭവം അദ്ദേഹത്തിനുണ്ടാകും. അങ്ങനെ അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 10-34 കൊടും കുറ്റവാളികളിലും അവർക്കും മാനസാന്തര അനുഭവം ഉണ്ടാകുകയാണ്. അവർ വലിയ ജോലികളെല്ലാം, മരങ്ങൾ ചുമക്കുന്ന ജോലികളെല്ലാം ചെയ്യുമ്പോഴും ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വലിയ മരങ്ങളൊക്കെ അവർ ചുമക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇതാ ചുരുക്കം പറഞ്ഞാൽ ഇന്ന് ഈ റെനി ജോർജ് എന്ന് പറയുന്ന വ്യക്തി ഇത് ബാംഗ്ലൂർ സിറ്റിയിൽ 300ഓളം അനാഥ പിള്ളേർക്ക്, കുട്ടികൾക്ക് അവരെ സംരക്ഷിക്കുന്ന ഒരാളായിട്ട് മാറി, സുവിശേഷ പ്രഘോഷകനായിട്ട് മാറുകയാണ്. ബെസ്റ്റ് സിറ്റിസൺ, ബാംഗ്ലൂരിലെ ബെസ്റ്റ് സിറ്റിസൺ എന്നൊരു അവാർഡ് പോലും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അദ്ദേഹം കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും അദ്ദേഹം അനുഭവിച്ചറിഞ്ഞു. ഇതാ നമ്മൾ ഓരോരുത്തരും ഇത് പ്രകാരം കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 43 അധ്യായം 10 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഇതാ കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്, എന്നെ അറിഞ്ഞ് വിശ്വസിക്കുന്നതിന് ഞാൻ തിരഞ്ഞെടുത്ത ദാസൻ. എനിക്ക് മുമ്പായി മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷം മറ്റൊരു ദൈവം ഉണ്ടാവുകയുമില്ല. അപ്പോൾ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്? അവനെ അറിഞ്ഞ് സ്നേഹിക്കുന്നതിന് വേണ്ടി, അവനെ അറിഞ്ഞ് വിശ്വസിക്കുന്നതിന് വേണ്ടി. അങ്ങനെ കർത്താവ് മാത്രമാണ് ഏക ദൈവം എന്ന് നമ്മൾ അനുഭവിച്ചറിഞ്ഞ് മറ്റുള്ളവർക്ക് സാക്ഷികളായി മാറുന്നതിന് വേണ്ടി.
അപ്പോൾ കർത്താവിനെ അറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കർത്താവിനെ അറിഞ്ഞാൽ നമുക്ക് നിത്യജീവൻ ലഭിക്കും, സ്വർഗത്തിൽ നമ്മുടെ പേരെഴുതപ്പെടും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഏക സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. അപ്പം കർത്താവിനെ എങ്ങനെ അറിയാൻ നമുക്ക് സാധിക്കും? അത് വളരെ സിമ്പിളാണ്. 1 യോഹന്നാൻ 4:8 ഇപ്രകാരം പറയുന്നുണ്ട്, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. അപ്പോൾ ആരാണ് ദൈവത്തെ അറിയുന്നത്? സ്നേഹിക്കുന്നവൻ ദൈവത്തെ അറിയുന്നു, കാരണം ദൈവം സ്നേഹമാണ്. അപ്പോൾ ദൈവത്തെയും മനുഷ്യരെയും സ്നേഹിക്കുന്നവരായി നാം മാറുമ്പോൾ ഇതാ നാം കർത്താവിനെ അറിയുകയാണ് ചെയ്യുന്നത്. പൗലോസ്ലീഹ 1 കൊറിന്തോസ് 13-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ സ്നേഹത്തെക്കുറിച്ചൊരു 16 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ആഴപ്പെടുമ്പോൾ കർത്താവിനെ നമുക്ക് അറിയുവാൻ സാധിക്കും. സ്നേഹം ദീർഘക്ഷമയും ദയയുള്ളതുമാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം വെച്ച് പുലർത്തുന്നില്ല, അനീതിയിൽ സന്തോഷിക്കുന്നില്ല, എന്നാൽ സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലത്തെ അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന്. അപ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്നവരായി നാം മാറണം. അപ്പോൾ കർത്താവിൻ്റെ സ്നേഹം നമ്മൾ രുചിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നവരായിട്ട് നമ്മൾ മാറും. കർത്താവിനെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നോ കർത്താവ് അത്രത്തോളം നമ്മളെയും കർത്താവ് സ്നേഹിക്കും. കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നു? യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു? 3 പ്രാവശ്യമാണ് കർത്താവ് ചോദിക്കുന്നത്. സ്നേഹമുള്ളവരെ, കർത്താവിനെ നമ്മൾ കൂടുതൽ സ്നേഹിക്കുമ്പോൾ നമ്മൾ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക പോലും വേണ്ട എന്നാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും കർത്താവ് നമുക്ക് നടത്തിത്തരും. നമ്മൾ അതിരാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഉടനെ ചെന്ന് നമ്മൾ മൊബൈൽ ഫോൺ നമ്മൾ നോക്കാതെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ശാന്തമായി നമ്മൾ 2 മിനിറ്റ് ഇരിക്കണം, ഒരു വചനം വായിക്കണം, കുറച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മൾ കുറച്ച് പ്രാർത്ഥിക്കുകയും വചനം വായിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കർത്താവിന് പറയണം, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഐ ലവ് യു ജീസസ്, ഐ ലവ് യു ജീസസ്. നമ്മൾ പല പ്രാവശ്യം നമ്മൾ പറയണം. അപ്പോൾ സങ്കീർത്തനായ ദാവീദ് തൻ്റെ 31-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, കർത്താവേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്, തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു, തന്നിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് അവ പരസ്യമായി നൽകുന്നതാണ്. അപ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് അനുഗ്രഹങ്ങൾ വാരി വിതറി എല്ലാവരും കാണുക കർത്താവ് നൽകുമെന്നാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിന് സ്നേഹം രുചിച്ചറിഞ്ഞ് അവിടുത്തെ സ്നേഹിക്കുന്നവരായി മാറി അവിടുത്തെ സാക്ഷികളായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിലുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.